Thank you, Jesus. Hallelujah. Praising the wonderful name of the Lord for this morning, for this time, and also for this opportunity to minister from God's word. ദൈവവചനത്തിൽ നിന്ന് ഈ സമയം നിങ്ങളോട് പങ്കിടുവാൻ ഇടയാകുന്നത് ഓർത്തും ദൈവനാമത്തിനും ഞാൻ നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. I'm going to speak from the Gospel of Matthew, chapter 17. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. And today only from verses 1 through 8, and I'll go ahead with the rest of the verses next week. ഇന്ന് അതിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ വരും സൺഡേകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. So because of the fear of time, let us read only the first 8 verses today. സമയത്തിന്റെ അഭാവം കൊണ്ട് ആദ്യത്തെ 8 വാക്യങ്ങൾ മാത്രം ഇവിടെ വായിക്കുന്നു. Let me read in English and then followed by Malayalam. 6 days later, Jesus took with him Peter and James and John, his brother, and led them up to a high mountain by themselves. And he was transfigured before them, and his face shone like the sun, and his garments became as white as light. And behold, Moses and Elijah appeared to them, talking with him. Peter said to Jesus, "Lord, it is good for us to be here. If you wish, I will make 3 tabernacles here, one for you, one for Moses, and one for Elijah." While he was still speaking, a bright cloud overshadowed them, and behold, a voice out of the cloud said, "This is my beloved Son, with whom I am well pleased. Listen to him." When the disciples heard this, they fell face down to the ground and were terrified. And Jesus came to them and touched them and said, "Get up and do not be afraid." Verse 8, and lifting up their eyes, they saw no one except Jesus himself alone. ആമേൻ. മലയാളത്തിലെ വേദഭാഗം ഇവിടെ വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, "കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും" എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, "ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ" എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, "എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട" എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. Amen. ഹല്ലേലൂയ. I am sure this is a familiar passage for many of us. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണിത്. I want to speak about a very important topic today. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളോട് ഇതിൽ നിന്നും പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When we have agendas or plans that conflict with the plans of God. നമുക്ക് പ്ലാനുകളും പദ്ധതികളും ഉള്ളപ്പോൾ അത് ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. And what shall we do then? അങ്ങനെയുള്ള സമയങ്ങളിൽ നാം എന്ത് ചെയ്യും? Now, there was a cowboy who went into a saloon at the edge of a town. ഒരു കൗബോയി അവൻ താമസിക്കുന്ന പട്ടണത്തിന്റെ അതിർത്തിയിലുള്ള ഒരു സലൂണിലേക്ക് കടന്നു വന്നു. So he tied his horse to a post and entered the saloon and started drinking. അവൻ സഞ്ചരിച്ചിരുന്ന കുതിരയെ അവിടെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. അവൻ ആ സ്ഥലത്തേക്ക് ആ സലൂണിൽ കയറി അവൻ കുടിക്കുവാൻ തുടങ്ങി. And the devil was walking by and he found the cowboy drinking. അവന് ആ സമയത്ത് പിശാച് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അതിൽ നടക്കുകയാണ് ഈ കൗബോയ് ഈ കുടിക്കുന്ന സമയത്ത്. And so devil thought, what kind of mischief that I can create or do here? എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പിശാച് ചിന്തിക്കുകയാണ്. So finally he decided that I will just untie the horse. അവസാനം പിശാച് തീരുമാനിച്ചു, ഇവന്റെ കുതിരയെ അഴിച്ചു വിട്ടേക്കാം. So the devil came and untied the horse and the horse started walking free. കാരണം പിശാച് ആ കുതിരയുടെ അടുത്തേക്ക് നിന്നിട്ട് കുതിരയെ കെട്ടഴിച്ചു വിട്ടു. കുതിര സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ തുടങ്ങി. At that time the horse was very, very hungry. ആ സമയത്ത് കുതിരയ്ക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. And so the horse saw a lush looking very green
garden, vegetable garden across the road. കുതിര ഇങ്ങനെ സഞ്ചരിച്ചു നടന്നു പോകുന്ന സമയത്ത് പച്ച നിറമുള്ള ഹരിത ഭംഗിയുള്ളതായ ഒരു വെജിറ്റബിൾ ഗാർഡൻ കാണുകയുണ്ടായി. So the horse entered into the garden and started eating all that it could. ആ പച്ചക്കറി തോട്ടത്തിലേക്ക് കുതിര കയറി കണ്ടതായ സാധനങ്ങളൊക്കെ തിന്നുവാൻ തുടങ്ങി. And almost made a mess of the entire garden, finished up all the vegetables and the green lawn. അവിടെ ആ ഗാർഡനിൽ ഉണ്ടായിരുന്ന പച്ചപ്പുള്ള സകല സാധനങ്ങളും തിന്ന് ഈ കുതിര ആ ഗാർഡനെ നശിപ്പിച്ചു. The farmer who owned the garden came out to see that his garden is completely destroyed. ഈ പച്ചക്കറി തോട്ടത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ അവൻ കണ്ടു അവന്റെ തോട്ടം പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. So he went inside and brought his gun. അവനെ അകത്തേക്ക് പോയിട്ട് അവന്റെ തോക്കുമായിട്ട് അവൻ മടങ്ങി വന്നു. And he shot the horse dead. അവന് ഉടനെ തന്നെ ഈ കുതിരയെ വെടിവെച്ചു കൊന്നു. And in a little time the cowboy also came out of the saloon. അവന് കൗബോയ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ ആയിരുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി. And he went in search of the horse. അവൻ കുതിരയ്ക്ക് വേണ്ടി ഇങ്ങനെ പരതിക്കൊണ്ടിരുന്നു. And he found his horse dead in the lawn in the garden of this man farmer. ഈ പച്ചക്കറി തോട്ടത്തില് കുതിര ചത്തു കിടക്കുന്നത് ഈ കൗബോയ് ശ്രദ്ധിച്ചു. And so he asked the farmer, how come my horse is lying dead in your garden? അവന് ആ പച്ചക്കറി തോട്ടത്തിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, എന്റെ കുതിര എങ്ങനെയാണ് നിന്റെ തോട്ടത്തിൽ ചാകുവാനിടയായത്? And the farmer said, I killed it because it destroyed my garden. ആ കർഷകൻ പറഞ്ഞു, അത് എന്റെ തോട്ടം നശിപ്പിച്ചു, എന്റെ വെജിറ്റബിൾ തോട്ടം നശിപ്പിച്ചതുകൊണ്ട് ഞാൻ കൊന്നതാണ്. The cowboy was very angry. He took out his pistol and shot the farmer dead. ഉടനെ തന്നെ ഈ കൗബോയ് അവന്റെ തോക്ക് എടുത്തിട്ട് ഈ കർഷകനെ വെടിവെച്ചു, അവനെ കൊന്നു. And the farmer's wife heard the gun sound. ഈ കർഷകന്റെ ഭാര്യ ഈ വെടിയുടെ ശബ്ദം കേട്ടു. And she saw the cowboy killing her husband. അവൾ കണ്ടു ഈ കൗബോയ് തന്റെ ഭർത്താവിനെ വധിക്കുന്നത് അവൾ ദർശിച്ചു. So she brought the double barrel rifle and killed the cowboy. അവൾ ഉടനെ തന്നെ ചെന്ന് ഡബിൾ ബാരൽ ഗൺ എടുത്തുകൊണ്ട് വന്ന് ഈ കൗബോയിയെ വെടിവെച്ചു. The cowboy's son came to know about it. ആ കൗബോയിയുടെ മകൻ ഈ കാര്യം അറിയാനിടയായി. That his dad was killed by the farmer. ഈ ഫാർമറിന്റെ wife of the തന്റെ പിതാവ് വധിക്കപ്പെട്ടു എന്ന് ഈ കൗബോയിയുടെ മകൻ മനസ്സിലാക്കി. And so he became very angry and he came to the garden. അവന് വളരെ ദേഷ്യത്തോടെ ഈ ഗാർഡനിലേക്ക് വന്നു. And he killed the farmer's wife. അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് കർഷകന്റെ ഭാര്യയെ അവൻ വധിച്ചു. The farmer's neighbors became very angry. ഇത് കേട്ടതോടുകൂടി കർഷകന്റെ അയൽക്കാർക്ക് വളരെ ദേഷ്യമായി. They all came to the cowboy's house and asked the cowboy's son to come out. അവർ നേരെ ഈ കൗബോയുടെ വീട്ടിലേക്ക് എന്നിട്ട് അവരോട് പറഞ്ഞു, അവൻ മകനെ ഇറങ്ങി വരാൻ പറഞ്ഞു. But he didn't come out. എന്നാൽ ഈ കർഷകൻ ഈ കൗബോയുടെ മകൻ ഇറങ്ങി വന്നില്ല. So all these neighbors together set the house on fire, killing the son of the cowboy along with destroying the house. അവനെ ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് ഈ ദേശക്കാരെ തീരുമാനിച്ചു ഇവന്റെ വീടിന് തീയിട്ടേക്കാം, അങ്ങനെ അവനെ നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. The entire village was in a mess. The town was in a mess. ഈ പട്ടണം മൊത്തം ഇതൊരു വലിയ ദുരന്തമായി മാറി. And the people asked the devil. ആളുകൾ പിശാചിനോട് ചോദിച്ചു, how you were able to create such a mess? ഈ എങ്ങനെ നിനക്ക് ഇതുപോലൊരു മെസ്സ്, ഇതുപോലൊരു ദുരന്തം ഈ സ്ഥലത്തുണ്ടാക്കാൻ കഴിഞ്ഞു? The devil said, I didn't do anything. ഈ പിശാചി പറഞ്ഞു, ഞാൻ യാതൊന്നും ചെയ്തില്ല. I only untied the horse. ഞാൻ കുതിരയെ കെട്ടഴിച്ചു വിട്ടതേ ഉള്ളൂ. The rest of it was all done by the anger and the bitterness hidden in the human hearts. ഈ കുതിരയെ കെട്ടഴിച്ചു വിട്ടു കഴിഞ്ഞപ്പോൾ ബാക്കി സംഭവിച്ചതെല്ലാം ആളുകളുടെ ദേഷ്യം, പക, വിദ്വേഷം, ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന കുടിപ്പക, ഇതെല്ലാം കൂടെ പുറത്തു വന്നതാണ്. How many of us really know that our hidden agendas, our hidden such plans that collide in conflict with God's will create a big mess all around? നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമാകുന്നതും അതിൻ്റെതായ ദുരന്തങ്ങൾ സംഭവിക്കുന്നതും? That's why I decided to speak about this passage. അതുകൊണ്ടാണ് this topic. ഈ വേദഭാഗത്തു നിന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. Now coming back to the passage that we have read, നാം വായിച്ചതായ വേദഭാഗത്തേക്ക് വരാം. We come to know that Jesus took with him the disciples that he had in his close circle to the mountain. ഈ പർവ്വതത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു പുറപ്പെടുമ്പോൾ
താൻ വളരെ സ്നേഹിച്ചിരുന്നതായ ശിഷ്യന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. And this mountain is called the Mount of Transfiguration. മറുരൂപ മല എന്ന നിലയിലാണ് നാം ഈ And പർവ്വതത്തെ it is വിളിക്കുന്നത്. mostly believed that it was Mount Hermon. ഹെർമോൻ മല എന്നുള്ളതാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്. Whichever mountain it was, ഏത് മൗണ്ടൻ ആയാലും mountains had a special appeal for the people of Israel. ഇസ്രായേലിന്റെ ജീവിതത്തിലെ പർവ്വതങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. They always thought that their help would come from the mountains. പർവ്വതങ്ങളിൽ നിന്ന് സഹായം വരുന്നു എന്ന് അവർ എപ്പോഴും ചിന്തിച്ചിരുന്നു. That's why we have Psalm 121 where the psalmist says, 121-ാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, unto the hills around I lift my longing eyes. ഞാൻ എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തുന്നു. Where shall my help come from? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? So because the people of Israel believed that it was from the mountains that their help always came. ഇത് സാധാരണ ഇസ്രായേലിന്റെ ഒരു ചിന്തയായിരുന്നു, പർവ്വതത്തിൽ നിന്ന് ഈ സഹായം എത്തുന്നു. That's where the revelations of God was made. മാത്രമല്ല അവിടെ നിന്ന് വെളിപ്പാടുകൾ തങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. That's where from commands were given. തങ്ങൾക്ക് കൽപ്പനകൾ ലഭിക്കുന്നത്, പ്രമാണം ലഭിക്കുന്നത് പർവ്വതത്തിൽ നിന്നാണ് അവർക്ക്. That's where sacrifices were made. യാഗങ്ങളോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ ലഭിച്ചത് പർവ്വതത്തിൽ നിന്നാണ്. That's where worship was made. ആരാധനയെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ലഭിച്ചത് പർവ്വതത്തിൽ നിന്നാണ്. No wonder the Gentiles even told that the gods of Israel, the God of Israel is a mountain god. ഈ അതുകൊണ്ടാണ് ജാതീയ സമൂഹം പോലും ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് പർവ്വതത്തിൽ വസിക്കുന്ന ഒരു ദൈവമാണ്. But then God proved that he is not simply a mountain god, he is God of the entire universe. എന്നാൽ ദൈവം താൻ തെളിയിച്ചു കൊടുക്കുകയാണ്, പർവ്വതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല, ഈ അഖിലാണ്ടത്തിന്റെ മൊത്തം ദൈവമാണ് താൻ എന്നുള്ളത്. I don't know the reason why Jesus took his close circle disciples to this particular mountain. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ പ്രത്യേകമായ പർവ്വതത്തിലേക്ക് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി പോയി എന്നുള്ളത്. But he definitely had a plan. എന്നാൽ നിശ്ചയമായും കർത്താവിന് ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. He wanted them to witness his transfiguration. താൻ രൂപാന്തരപ്പെടുന്നതിന് സാക്ഷികളെ ആവശ്യമാണെന്ന് കർത്താവ് കരുതിയിരുന്നു. Jesus took 3 of his disciples. തന്റെ 3 ശിഷ്യന്മാരെ താൻ ഈ കൂടെ കൂട്ടി took them to the mountain. ഈ പർവ്വതത്തിലേക്ക് താൻ കടന്നു പോകുന്നു. Moses also in the Old Testament, as we see, took 3 of his men to the mountain. ഇവിടെ മോശ, പഴയ നിയമത്തിലെ മോശയും ഈ പർവ്വതത്തിലേക്ക് വരുന്നത് നാം കാണുന്നു മറ്റൊരാളുമായി. Moses took Aaron, Nadab and Abihu with him to the mountain. പഴയ നിയമത്തിലെ മോശ അഹരോനെയും അതുപോലെ അബിഹുവിനെയും കൂട്ടിക്കൊണ്ട് പർവ്വതത്തിലേക്ക് പോയതായിട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും. And Jesus took Peter, John and James. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പർവ്വതത്തിലേക്ക് കയറുമ്പോൾ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ്, പത്രോസിനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. On the mountain Jesus saw the glory of God. On the mountain Moses saw the glory of God. പർവ്വതത്തിലേക്ക് കയറിപ്പോയതായ മോശ ദൈവത്തിന്റെ മഹത്വം അവിടെ ദർശിച്ചു. And his face shone from speaking with God. അവിടെ ദൈവത്തോട് മുഖാമുഖം അവൻ സംസാരിച്ചവന്റെ മുഖത്ത് തേജസ് ഉണ്ടാകുന്നതായി നാം കാണുന്നു. But on this particular mountain, the Mount of Transfiguration, എന്നാൽ ഈ മറുരൂപ മലയിലേക്ക് നാം വരുമ്പോൾ Jesus himself was transfigured. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനാണ് രൂപാന്തരം സംഭവിക്കുന്നത്. With a glory not reflected from another place but authentically his own glory. യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ അവനുണ്ടായ പ്രകാശം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന പ്രകാശമല്ല, അവനിൽ തന്നെ ആ പ്രകാശം ഉത്ഭവിക്കുകയാണ്. That's why the writer to Hebrews says, അതാണ് എബ്രായ എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നത്, we have someone who is greater than Moses here. ഇവിടെ ഇതാ മോശയേക്കാൾ വലിയവൻ എന്നുള്ളത് പറയുന്നു. Moses was only a faithful servant in the house of God. ദൈവഗ്രഹത്തിലെ ഒരു വിശ്വസ്തനായ ദാസൻ മാത്രമായിരുന്നു മോശ. But Christ is faithful as a son over God's house. എന്നാൽ ദൈവഗ്രഹത്തിന്റെ അധികാരമുള്ളതായ ഒരു മകൻ എന്ന നിലയിൽ, ഒരു പുത്രൻ എന്ന നിലയിലാണ് യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. And that is the difference between Jesus and Moses. അതാണ് മോശയും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. What was the purpose of transfiguration? എന്താണ് ഇവിടെ ഈ രൂപാന്തരത്തിന്റെ ഉദ്ദേശം എന്താണ്? Please be with us all through. This is a very important topic. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു. What was the meaning of transfiguration? എന്താണ് രൂപാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? The purpose of transfiguration of Christ was to help at least the inner circle disciples to gain
a greater understanding of the person of Jesus. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുന്നത് തന്റെ ഏറ്റവും അടുത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്കെങ്കിലും മനസ്സിലാകണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വാസ്തവമായ വെളിപ്പാട്. You know, many a times Christ himself asked this question. പല പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തു ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. What do people say about me? എന്നെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു? They replied, many people are saying many things. പലര് പല കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് അവർ പറയുന്നു. Some say you are Elijah, you are John the Baptist, you are this and one of the greatest prophets. നീ ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ യോഹന്നാനാണെന്ന് പറയുന്നവരുണ്ട്, പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്. But what do you say about me? എന്നാൽ കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ എന്ത് പറയുന്നു? And that is where Apostle Peter responded by saying, അതിനോട് അപ്പോസ്തലനായ പത്രോസ് പ്രതികരിക്കുന്നത് നാം കാണുന്നു. You are the son of God, son of God himself, Christ the son of God. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പത്രോസോട് പ്രഖ്യാപിക്കുന്നു. Now these disciples needed a better understanding about the person of Jesus Christ. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായ കാഴ്ചപ്പാട് ദർശനം ഈ ശിഷ്യന്മാർക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. Because they have already heard the shocking news that Jesus would die on the cross. അവർ ഇതിനോടകം അവർ കേട്ടറിച്ചിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ മരിക്കുവാൻ പോകുകയാണ്. They were really shocked and shattered by this news. ആ വാർത്ത കേട്ടപ്പോൾ മുതൽ അവർ സ്തംഭിച്ച അവസ്ഥയിലാണ്. വളരെ ഭയം അവരുടെ ഉള്ളിലുണ്ട്. That's why they needed, at least a few of them needed a greater understanding about the person of Jesus. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായ ഉന്നതമായ കാഴ്ചപ്പാട് കുറഞ്ഞ വർഷം കുറച്ച് ശിഷ്യന്മാർക്കെങ്കിലും ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിച്ചു. I want to say one more thing and then go ahead. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. Why Moses and Elijah came talking to Jesus on the Mount of Transfiguration? ഇവിടെ എന്തുകൊണ്ടാണ് മറുരൂപമലയിൽ മോശയും ഏലിയാവും ഇറങ്ങി വന്നത്? Symbolically, the appearance of Moses and Elijah represented both the law and the prophets. നാം അതിനെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ലഭിച്ചതായ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിലും ഇസ്രായേലിന് ലഭിച്ചതായ നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് അവരെ പ്രതിനിധികളായി കാണുവാൻ കഴിയും. Moses the great lawgiver was there. മോശയിലൂടെയാണ് ഇസ്രായേലിന് പ്രമാണങ്ങൾ മുഴുവൻ ലഭിച്ചത്. Elijah the great prophet was there. ഏലീശ ഇസ്രായേൽ സമൂഹത്തിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. To show that Jesus is the culmination, the fulfillment of both the law and the prophets. ഇവിടെ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരെക്കാൾ ഉപരിയായി അതുപോലെ തന്നെ പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തെക്കാൾ ഉപരിയായ ഒരുവനാണ് കർത്താവ് എന്നുള്ളതാണ്. And also that a greater than Moses is there. അത് മാത്രമല്ല മോശയേക്കാൾ വലിയവനാണ് യേശുക്രിസ്തു എന്നുള്ളതാണ്. Who came to minister to him, to serve him. ഇവിടെ തങ്ങളെ ശുശ്രൂഷിപ്പാനായിട്ട് വന്ന കർത്താവായ യേശുക്രിസ്തു മോശയേക്കാൾ വലിയവൻ എന്നുള്ള ചിന്ത. Hallelujah. ഹല്ലേലൂയ. Are you all with us? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. What happened to Jesus on the Mount of Transfiguration? ഈ മറുരൂപമലയിൽ യേശുക്രിസ്തുവിന് എന്താണ് സംഭവിച്ചത്? You know, the Messiah was identified as the Son of God earlier. ഇവിടെ ഇതിന് ഈ ഭാഗത്ത് നാം കാണുന്നു ദൈവത്തിന്റെ മകൻ എന്നുള്ളതായ നിലയിൽ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ നാം കാണുന്നു. But here he is identified as the glorified Son of the Father. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഈ മറുരൂപമലയിലെ ഈ സാഹചര്യത്തിൽ നാം കാണുന്നത് മഹത്വീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിലാണ്. He is not simply now understood as the Son of God. വെറും ഒരു മകൻ എന്നുള്ള പദവിയിൽ മാത്രമല്ല മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. They get to see the glory of the Son of God. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മഹത്വം ഇവിടെ മറ്റുള്ളവർ കാണുകയാണ്. You know what will happen when the people see the glory of the Son of God? ദൈവപുത്രന്റെ മഹത്വം കാണുമ്പോൾ എന്താ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നു? You know what happened to Daniel when he saw the vision? ദാനിയേലിന് ദർശനങ്ങൾ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? You know what happened to John the apostle when he saw the vision and Christ there? അപ്പോസ്തലനായ യോഹന്നാന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? So Jesus also transfigured before them on the mountain. ഇവിടെ ഈ പർവ്വതത്തില് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുന്നു. What is this transfiguration? എന്താണ് ഈ രൂപാന്തരം എന്ന് പറയുന്നത്? It comes from the word metamorphosis. മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ രൂപാന്തരം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. The meaning is a change arising from the essential nature. സ്വതവേയുള്ളതായ ആ സ്വഭാവത്തിന് പൂർണ്ണമായ മാറ്റം സംഭവിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. Moses' face shone because he spoke with God.
Moses' face shone. മോശയുടെ മുഖത്തിന് തേജസ് ഉണ്ടായത് ദൈവത്തോട് സംസാരിക്കുന്ന ആ സാഹചര്യത്തിലാണ്. But Jesus transfigured as the outcome of his own essential nature. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുന്നത് തന്റെ ഉള്ളിൽ തന്നെ ഉള്ള തന്റെ സ്വതവേ ഉള്ളതായ തന്റെ സ്വഭാവത്തിൽ നിന്നാണ്. Not an external impression. ബാഹ്യമായ യാതൊരു ഇടപെടലും അവിടെ ഉണ്ടാകുന്നില്ല. His face changed. അവന്റെ മുഖത്തിന് വ്യത്യാസം വന്നു. His garments changed. അവന്റെ വസ്ത്രത്തിന് വ്യത്യാസം വന്നു. He reflected the glory as the Son of God. ദൈവത്തിന്റെ പുത്രന്റെ മഹത്വം പൂർണ്ണമായും തന്നിൽ വെളിപ്പെടുകയാണ്. So these disciples get to see who Jesus really was. ഇവിടെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തു വാസ്തവമായി എന്താണ് എന്ന് കാണുകയാണ്. Oh, the time that we spend in the presence of God. ഇവിടെ പൂർണ്ണ സമയം ദൈവസന്നിധിയിലായിരുന്ന ആളുകൾ, when we spend time in the presence of God, നാം ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുമ്പോൾ our common understanding would go. നമ്മളുടെ സാധാരണ ചിന്താഗതിയിൽ മാറിപ്പോവുകയാണ്. Jesus like any other leader. നാം ചിലപ്പോൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു മറ്റുള്ളവരെ പോലെ ഒരു നേതാവ്. But as we spend time in the presence of God, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ we get to see the glory of God. ദൈവത്തിന്റെ മഹത്വം നാം ദർശിക്കുവാൻ തുടങ്ങുകയാണ്. From the very essential nature of Jesus. യേശുക്രിസ്തുവിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നാം കാണുകയാണ്. Not that he has to take it in from many other sources. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ശേഖരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളല്ല. But he himself is the source of all light. എല്ലാം അവനിൽ തന്നെ ഉള്ള അവനിൽ കുടിയിരിക്കുന്ന അവന്റെ സ്വഭാവം വെളിപ്പെടുകയാണ്. And he transfigures before them. ആ സ്വഭാവത്തിൽ നിന്നും മറ്റുള്ളവരുടെ മുമ്പിൽ രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. Hallelujah. ഹല്ലേലൂയ. And this is only the background. ഇത് അതിന്റെ പശ്ചാത്തലം മാത്രമാണ്. Now we get to see the most important thing. ഇവിടെ പ്രധാനപ്പെട്ട ഭാഗം നാം കാണുകയാണ്. And when these things happen, ഈ കാര്യങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ what happens to the disciples? ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? The moment when they saw this great glory of Jesus, യേശുക്രിസ്തുവിന്റെ ഈ മഹത്വം ദർശിച്ചതായ സമയത്ത്, when they saw his face shining like the sun, യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന സമയത്ത്, his garments becoming white as the light itself. അവന്റെ യേശുക്രിസ്തുവിന്റെ വസ്ത്രം അതിവെണ്മയുള്ളതായി മാറുമ്പോൾ, oh, what happened to the disciples? ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? A wonderful reaction. അവർക്ക് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു പ്രതികരണമാണ് അവരിൽ ഉണ്ടാകുന്നത്. A great response, right? നമുക്ക് തോന്നും വലിയൊരു കാര്യമാണ് അവരിൽ സംഭവിച്ചത്. What did Peter say? എന്താണ് പത്രോസ് പറയുന്നത്? Peter said, Lord, it is good for us to be here. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. Good for us. ഇത് നമുക്ക് നല്ലതാണ്. We can always behold your glory like this. എപ്പോഴും നിന്റെ മഹത്വം കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒന്നിച്ചായിരിക്കാം. So let me make 3 booths, 3 tabernacles for you. അതുകൊണ്ട് ഉടനെ പത്രോസ് പറയുകയാണ്, ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. One for you, ഒന്ന് നിനക്ക്, one for Moses, ഒന്ന് മോശയ്ക്ക്, and another for Elijah. ഒന്ന് ഏലിയാവിന്. Peter still did not get the message. ഇവിടെ പത്രോസിന് വാസ്തവത്തിൽ ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. They saw this resplendent glory of the Son of God, great glory of the Son of God. യേശുക്രിസ്തുവിന്റെ നമുക്ക് നിരൂപിക്കുവാൻ കഴിയാത്ത, വിശദീകരിക്കുവാൻ കഴിയാത്ത അതിമഹത്തായ ആ മഹത്വത്തിന്റെ പൂർണ്ണത പത്രോസിന് മനസ്സിലാകുന്നില്ല. Elijah and Moses came to show that Jesus is the fulfillment of the law and the prophets. ഇവിടെ ഏലിയാവും അതുപോലെ തന്നെ മോശയും ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവൻ ന്യായപ്രമാണത്തെക്കാൾ വലിയവനാണ്, ഇവൻ പ്രവാചകനേക്കാൾ വലുതാണ് എന്നതിനെ സാക്ഷ്യപ്പെടുത്തുവാൻ. Peter is making Moses, Elijah and Jesus on the same level. ഇവിടെ പത്രോസ് കാണുന്നത് അതേ ലെവലിൽ തന്നെ വേറൊരു നിലയിൽ കാണുകയാണ്. So he is saying, Lord, let me make 3 booths here, 3 tabernacle shelters here. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഞാൻ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം. One for Moses, ഒന്ന് മോശയ്ക്കാണ്, one for Elijah, ഒന്ന് ഏലിയാവിന്, and one for you also. ഒന്ന് നിനക്കും അതിൽ ഉൾപ്പെടും. Peter was very, very, what is that? Very creative, right? സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് വളരെ മിടുക്കനാണ് ഈ പത്രോസ് എന്ന് നമുക്ക് തോന്നും.
What an imagination. എന്തൊരു സങ്കല്പമാണ് നടക്കുന്നത്. And what happened as a result? എന്താണ് ഇവിടെ ഇതിന് ഫലമായിട്ട് വരുന്നത്? And it is written suddenly, the moment when Peter said this. ഇത് പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞ ക്ഷണത്തിൽ തന്നെ എന്ത് സംഭവിച്ചു? Suddenly, while he was still saying it, ഇത് പറയുന്ന ക്ഷണത്തിൽ സംഭവിക്കുന്ന കാര്യം, a bright cloud overshadowed them. അവിടെ ആ വലിയൊരു പ്രകാശം ആ പ്രദേശത്ത് വ്യാപിക്കുകയാണ്. Earlier the cloud was up there. നേരത്തെ തന്നെ ആ ക്ലൗഡ് അവിടെ ഉണ്ട്. And they saw the Moses and Elijah appearing in the cloud. അവിടെ ആ മേഘത്തിൽ ആ തേജസ്സിൽ മോശയും ഏലിയാവിനെയും ഇവർ കണ്ടതാണ്. But now a cloud is overshadowing the disciples, covering them. എന്നാൽ ഇവിടെ ഇപ്പോൾ ശിഷ്യന്മാരെ കൂടെ വ്യാപിക്കുന്ന, അവരെ കൂടെ കവർ ചെയ്യുന്ന ഒരു ക്ലൗഡാണ്. They all came under a bright cloud. വളരെ വളരെ പ്രകാശമുള്ളതായ ഒരു മേഘത്തിന്റെ കീഴിൽ ഇവരെല്ലാവരും ആയിരിക്കുകയാണ്. From where they could not see anything at all. മറ്റ് യാതൊന്നും കാണുവാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയിലേക്ക് they could only hear a voice saying to them. അവർക്ക് ഒരു ശബ്ദം മാത്രം കേൾക്കുവാൻ കഴിഞ്ഞു. Peter, you better understand. പത്രോസേ, നിനക്ക് അല്പം കൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയണം. My beloved disciples, you better understand what is happening here. എന്റെ പ്രിയ ശിഷ്യ, നിനക്ക് ഈ കാര്യങ്ങൾ അല്പം കൂടെ മനസ്സിലാക്കുവാൻ കഴിയണം. Don't put me on equal level with many others. നീ എന്നെ മറ്റുള്ളവരോട് തുല്യമാക്കി നീ ചിന്തിക്കരുത്. Many founders of religion, പല മതങ്ങൾ ഉണ്ടാക്കിയ നേതാക്കന്മാരോട്, many philosophers and thinkers and rulers, ചിന്തകന്മാരോടും അതുപോലെ തന്നെ അധികാരികളോടും നീ താരതമ്യപ്പെടുത്തരുത്. you need to know how he is so different. എങ്ങനെയാണ് യേശുക്രിസ്തു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തൻ എന്നുള്ളത് നീ മനസ്സിലാക്കണം. And they heard a voice saying to them from the cloud, ഈ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. This is my beloved son. ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്നുള്ള ശബ്ദം മുഴങ്ങുന്നു. This is my only son. ഇത് എന്റെ ഏകപുത്രൻ എന്നുള്ള ശബ്ദം മുഴങ്ങുന്നു. The glorified son. എന്റെ മഹത്വീകരിക്കപ്പെട്ട മകൻ എന്നുള്ള In ശബ്ദം മുഴങ്ങുന്നു. whom I am well pleased. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ശബ്ദം മുഴങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. If it ended there, it would have been different. ഇവിടെ അതുകൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഇത് കാര്യങ്ങൾ മറ്റൊരു നിലയിൽ പോകുമായിരുന്നു. But then it says, the voice continues. ആ ശബ്ദം തുടരുകയാണ്. Listen to him. ഇവനെ ചെവി കൊടുക്കുക, ഇവനെ ശ്രദ്ധിക്കുക. Listen to him. ഇവനെ ചെവി കൊടുക്കുക, അവനെ ശ്രദ്ധിക്കുക. Your ears are many times open to many other things. നമ്മളുടെ കാതുകൾ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുന്നതാണ്. You listen to many people. മറ്റുള്ള ആളുകളുടെയൊക്കെ ആലോചനകൾ നാം കേൾക്കാറുണ്ട്. But you better listen to him. എന്നാൽ അവനെ ശ്രദ്ധിക്കുവാനോട് ആവശ്യപ്പെടുകയാണ്. This is my beloved son in whom I am well pleased. ഇത് എന്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നതാണ് ശബ്ദം മുഴങ്ങിയത്. There is no one else like him. അവനെ പോലെ മറ്റൊരാൾ ഇല്ല എന്ന് പറയുന്നു. There is no one above him. അവന് മുകളിൽ ആരുമില്ല. There is no one who can be compared with him. അവനോട് താതാത്മ്യപ്പെടുത്തുവാൻ മറ്റൊരാളില്ല. He is my beloved son. അവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഏക മകനാണ്. And you listen to him. നിങ്ങൾ അവനെ ശ്രദ്ധിക്കണം. Hallelujah. Hallelujah. They were sorely afraid, the passage says. നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത് അവർ ഭയപ്പെട്ടു, വളരെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. And they fell on the ground. അവരെ നിലത്ത് കവിണ്ണു വീണു എന്ന് നാം കാണുന്നു. Now they better understand the glory of the Son of God. അവർക്ക് യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തെക്കുറിച്ച് അല്പം കൂടെ വ്യക്തത ഇവിടെ ലഭിക്കുകയാണ്. And they could not stand anymore in the glorious presence of the Son of God. യേശുക്രിസ്തുവിന്റെ മഹത്വീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിൽക്കുവാൻ പോലും ഈ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. And they fell on the ground. അവർ ആ തറയിൽ വീഴുകയാണ്. Jesus came and touched them. യേശുക്രിസ്തു വന്ന് അവരെ സ്പർശിക്കുന്നു, saying, Don't be afraid. അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, I am with you. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. I know your nature. എനിക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാം. I just wanted you to better understand who I am. എന്നാൽ ഞാൻ ആരാണ് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തത നിങ്ങൾക്കുണ്ടാകണം. Hallelujah. Hallelujah. I believe many of us suffer from this problem. ഞാൻ ചിന്തിക്കുന്നു, നാം ഒരുപാട് പേരും ഇതുപോലുള്ളതായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. Peter brought a wonderful idea, right? ഇവിടെ പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്തത് വളരെ നല്ലൊരു പ്ലാനായിരുന്നു. Wanted to build shelters. അവിടെ എല്ലാവർക്കും അഭയ കേന്ദ്രം, ഷെൽട്ടർ ഉണ്ടാക്കുക, കുടിലുണ്ടാക്കുക.
I will build all these. Don't worry, Lord. കർത്താവെ ഭയപ്പെടേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് തന്നെയാണ് പത്രോസ് പറയുന്നത്. Was that Christ's plan? Was that God's plan? എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ പ്ലാൻ ആയിരുന്നോ, അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നുവോ? Are good ideas bad for us? നല്ല ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ദുരന്തമായി ഭവിക്കുമോ? ഹല്ലേലൂയ. Many times our plans, our agendas are in conflict with God's plans. പലപ്പോഴും നമ്മളുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾ ദൈവത്തിന്റെ പദ്ധതികളുമായിട്ട് നേരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. The natural inclination of each of us is to act on impulsive ideas. സ്വാഭാവികമായി നമുക്ക് വിഷയങ്ങളോട് പ്രതികരിക്കുവാനും ആശയങ്ങളിൽ എത്തുവാനും ആ നിലകളിൽ അതിനെ രൂപീകരിക്കുവാനും കഴിയും. But please know that all good ideas are not from God. എന്നാൽ ഒരു കാര്യം നാം ഉറപ്പാക്കണം, എല്ലാ ആശയങ്ങളും എല്ലാ ഐഡിയയും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. Sometimes good ideas stand in the way of God ideas. ചിലപ്പോൾ നമുക്ക് തോന്നാം നല്ല ആശയങ്ങൾ അത് ദൈവത്തിൽ നിന്ന് വരുന്ന ആശയമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം. Because as we say, good is the worst enemy of the best. പലപ്പോഴും നല്ലത് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായതിന്റെ വൈരുദ്ധ്യമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. Where does our inspiration come from? നമുക്ക് എവിടെ നിന്നാണ് പ്രചോദനം ലഭിക്കുന്നത്? As we have the revelation of God, നമുക്ക് കർത്താവിൽ നിന്നുള്ള വെളിപ്പാട് ലഭിക്കുമ്പോൾ, as we see Jesus, as we look at him, യേശുക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ, where does our inspiration come from? എവിടെ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്ന പ്രചോദനം? It's from our natural thinking, right? നമ്മുടെ സ്വാഭാവിക ചിന്താഗതികളിൽ നിന്നാണോ? And we say to God, നാം ദൈവത്തോട് പറയുന്നു, we suggest many things to God, നാം ദൈവത്തോട് പല കാര്യങ്ങൾ we നിർദ്ദേശിക്കുന്നു, make plans before God, ദൈവത്തിന്റെ മുമ്പിൽ പദ്ധതികൾ നാം വെക്കുന്നു, we suggest them to God, നാം ദൈവത്തോട് കാര്യങ്ങൾ and we നിർദ്ദേശിക്കുകയാണ്. want his approval, the approval of our plans. നാം പദ്ധതികൾ തയ്യാറാക്കി ദൈവസന്നിധിയിലോട്ട് വെച്ചിട്ട് ദൈവത്തിന്റെ അംഗീകാരം നാം തേടുകയാണ്. We are good Christians, right? നാം നല്ല ക്രിസ്ത്യാനികളാണ്, And we pray, of course, നാം നിശ്ചയമായും but പ്രാർത്ഥിക്കുന്നവരാണ്. after making our plans, എന്നാൽ ഇതെല്ലാം നാം ചെയ്യുന്നത് നമ്മുടെ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടാണ്. after making a long list of our plans, നാം നമ്മുടെ പദ്ധതികളുടെ ഒരു നീണ്ട പട്ടിക നാം തയ്യാറാക്കുന്നു. and then we said to God, എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയുന്നു, God bless my plan. എന്റെ ഈ പ്ലാനുകൾ പദ്ധതികളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറയുന്നു. How many of us are struggling with this? ഇതിനോട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട്? Our good ideas in conflict with God ideas. നമ്മളുടെ നല്ല ആശയങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ ദൈവിക ഉദ്ദേശത്തിന് വിരുദ്ധമായി വരുന്ന സാഹചര്യങ്ങൾ. Even the impulse to do something for the Lord may not necessarily be from God. നാം ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ചിന്തയോടുകൂടെ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുകയില്ല ചിലപ്പോൾ. Peter wanted to do something for the Lord, ഇവിടെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനാണ് പത്രോസ് ആഗ്രഹിച്ചത്. but it was not from the Lord. എന്നാൽ അത് കർത്താവിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള പ്ലാൻ ആയിരുന്നില്ല. That's why the voice from heaven said, അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം അവിടെ മുഴങ്ങിയത്, this is my beloved son. ഇത് എന്റെ പ്രിയ പുത്രൻ, I am pleased in him. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Listen to him alone. അവന് മാത്രം ചെവി കൊടുക്കുവാനാണ് ശബ്ദം പറയുന്നത്. They fell to the ground. അവരവിടെ നിലത്ത് വീഴുന്നു. They abandoned all their ideas. അവരുടെ ആശയങ്ങൾ, പ്ലാനുകളെല്ലാം ഉപേക്ഷിക്കുകയാണ്. Jesus came and touched them. യേശുക്രിസ്തു വന്ന് അവനെ തൊടുന്നു. And then later he taught them. അതിനുശേഷം അവരോട് കർത്താവ് സംസാരിക്കുന്നു. How many of us are ready to relinquish our own ideas, even the good ideas? നമുക്കുള്ള എത്ര പേർക്ക് കഴിയും നല്ല ആശയങ്ങളാണെന്ന് തോന്നുന്നതിനെ പോലും ഇവിടെ ഉപേക്ഷിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും? And better listen to him. കർത്താവിനെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും എപ്പോഴും നല്ലത്. Many of us really want to make sure that every single step that I take, I want it to be completely ordained and directed by the holy will of God. നാം എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഓരോ ചുവടുകളും കർത്താവായ ദൈവത്തിന്റെ ഹിതത്തിലും ദൈവത്തിന്റെ പ്ലാനിനും യോജിച്ചു പോകുന്നതായിരിക്കണമെന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. When they opened their eyes, അവർ കണ്ണുകൾ തുറന്നപ്പോൾ the cloud was already lifted. ആ മേഘം അവിടുന്ന് മാറി. And Moses and Elijah were not there. മോശയും ഏലിയാവും അവിടെ ഇല്ല. They say only Jesus. അവർ യേശുവിനെ മാത്രം കാണുകയാണ്. We need to come to a place where we only see Jesus. നാം വരേണ്ടത്
യേശുവിനെ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്കാണ്. Our world may be too crowded with so many people. നാം പാർക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ കൊണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. Jesus wants to gain our attention. എന്നാൽ യേശു നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just as he magnified his person before them. അവർ ഇവിടെ ശിഷ്യന്മാരുടെ മുമ്പിൽ താൻ മഹത്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ Oh, Jesus wants to get our attention, gain our attention. യേശു നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. How is your world? നമ്മളുടെ ലോകം എങ്ങനെയാണ്? Is it too crowded with so many things? ഒരുപാട് വിഷയങ്ങളുമായി സങ്കീർണമായതാണോ നമ്മുടെ ലോകം? Or Jesus gains our attention? എന്നാ അതോ യേശുക്രിസ്തുവിന് മാത്രം എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്ന ഒരു ലോകത്തിലാണോ നാം ആയിരിക്കുന്നത്? I see Jesus alone. യേശുവിനെ മാത്രം നാം കാണുന്നു. Amen. ഹല്ലേലൂയ. They abandoned all their personal ideas. ഇവിടെ വ്യക്തിപരമായ പ്ലാനുകളെ പദ്ധതികളെ എല്ലാം ഉപേക്ഷിക്കുകയാണ്. You know what? എന്തുകൊണ്ടാണ്? The surrendered saint first prays and then plans. സമർപ്പിക്കപ്പെട്ടതായ വിശുദ്ധന്മാര് ഒന്നാമത് പ്രാർത്ഥിക്കുകയും അതിനുശേഷം പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ്. Our order is just the opposite, right? എന്നാൽ നമ്മുടെ ക്രമം എന്ന് പറയുന്നത് ഇതിന് നേരെ വിരുദ്ധമാണ്. We first plan and then we pray. നാം ഒന്നാമത് പ്ലാനുകൾ തയ്യാറാക്കുന്നു എന്നിട്ട് നാം പ്രാർത്ഥിക്കുന്നു. Thinking that it's a good idea. ഒന്ന് ചിന്തിച്ചു നോക്ക്, അതൊരു നല്ല പരിപാടിയാണോ? How many of us are really thinking about God idea? എത്ര പേർക്ക് ചിന്തിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും. I don't want to plan first and then pray. I don't want to plan first and then pray. ഞാൻ ഒന്നാമത് പ്ലാനുകൾ തയ്യാറാക്കി പിന്നെ പ്രാർത്ഥിക്കുകയല്ല. But I want to pray first and then plan. ഞാൻ ഒന്നാമത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷമായിട്ട് പ്ലാനുകൾ പദ്ധതികൾ തയ്യാറാക്കുവാൻ ആഗ്രഹിക്കുന്നു. How many of you will say an amen to that? അതിന് നിങ്ങൾ എത്ര പേർ ആമേൻ പറയും? Let our order be changed. നമ്മുടെ ക്രമം മാറട്ടെ. Instead of I making my own plans, ഞാൻ എന്റെ പ്ലാനുകൾ തയ്യാറാക്കുമെന്നുള്ള പദ്ധതികൾ മാറട്ടെ. I will spend time in his presence. ഞാൻ അവന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കും. I will listen to him. ഞാൻ അവനെ ശ്രദ്ധിക്കും. And I will make plans accordingly. അതിനനുസരിച്ച് ഞാൻ എന്റെ പദ്ധതികൾ തയ്യാറാക്കും. Hallelujah. ഹല്ലേലൂയ. Let there be no other plan in conflict with the plan of God over our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്ലാനുകൾ ദൈവിക പ്ലാനിന് വിരുദ്ധമായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. I recently spoke about a great man of God. ഈ അടുത്ത സമയത്ത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വളരെ ശക്തനായ ഒരാളിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. And he was the founder of Youth with a Mission organization. യൂത്ത് വിത്ത് എ മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനായിരുന്നു. His name was Lawrence Cunningham. ലോറൻസ് കണ്ണിങ്ഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He and his wife, they decided to come out in the ministry of the Lord. ഈ കണ്ണിങ്ഹാമും അതുപോലെ തന്നെ തന്റെ ഭാര്യയും കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി മുൻപോട്ട് വന്നു. They sold all their belongings. അവർക്കുണ്ടായിരുന്ന വസ്തുവകൾ മുഴുവൻ വിറ്റു. And some of the possessions that they needed for their personal living, they were taking it in a van and they were driving down south. അവരുടെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഒരു വാനിൽ കയറ്റിയിട്ട് അവർ സൗത്തിലേക്ക് യാത്രയാവുകയാണ്. On the way, their van met with a serious accident. ആ പോകുന്ന പോക്കില് ഈ വാന് ഒരു വലിയ അപകടത്തിൽ ചെന്നുപെട്ടു. It collided with another vehicle. മറ്റൊരു വാഹനവുമായിട്ട് ഇവർ സഞ്ചരിച്ച വാഹനം കൂട്ടിയിടിച്ചു. Sorry, the vehicle went and hit a tree on the way. ഇവർ സഞ്ചരിച്ചിരുന്ന ആ വാഹനം ഒരു വൃക്ഷത്തിന്മേൽ ചെന്നിടിച്ചു. Because his wife was driving and she dozed off. She started feeling sleepy, and then attention was taken away for a fraction of a second, and they met with an accident. തന്റെ ഭാര്യയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഈ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ആ സ്ത്രീ ഉറങ്ങിപ്പോയി. ലക്ഷ്യം തെറ്റിയിട്ട് ഈ വൃക്ഷത്തിൽ ചെന്നിരിക്കുകയായിരുന്നു. Both of them were thrown out of the van and they were lying on the road. ഈ വാഹനത്തിൽ നിന്നും ഇവർ രണ്ടുപേരും തെറിച്ച് പുറത്തേക്ക് വീണു. The vehicle was almost completely damaged. ഈ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ഈ വാഹനമായി തീർന്നു. The whatever belongings they were carrying, they were lying scattered on the road. തങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടി കരുതിയിരുന്ന സാധനങ്ങൾ ഈ റോഡിൽ ചിന്നിച്ചിതറിക്കിടന്നു. Lawrence Cunningham opened his eyes lying on the road. ലോറൻസ് തന്റെ കണ്ണുകൾ തുറന്ന് ഈ വഴിയിൽ കിടക്കുകയാണ്. His wife was lying by his side. അവന്റെ വശത്തു തന്നെ അവന്റെ ഭാര്യ കിടപ്പുണ്ട്. He didn't know whether she was alive or not. അവൻ അറിഞ്ഞുകൂടാ തന്റെ ഭാര്യയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. Almost all the plans are gone. എല്ലാ പദ്ധതികളും തകർന്നു. So he heard a voice speaking to him. ആ സമയത്ത് അവനൊരു ശബ്ദം കേട്ടു.
ഹല്ലേലൂയ. The voice saying to him, son, do you still want to serve me? ആ ശബ്ദം എങ്ങനെയായിരുന്നു? മകനെ, ഇപ്പോഴും നീ എന്നെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നുവോ? And Cunningham said, കണ്ണിഹാമന് മറുപടി പറഞ്ഞു, Lord, I don't have a plan B. കർത്താവേ, എനിക്കൊരു പ്ലാൻ ബി ഇല്ല. I don't have a plan B. എനിക്ക് ഒരു പ്ലാൻ ബി ഇല്ല, മറ്റൊരു പ്ലാൻ എനിക്കില്ല. I only have plan A. എനിക്ക് ആകെയുള്ളത് ഒരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. And that is to serve you. അത് നിന്നെ മാത്രം സേവിക്കുക എന്ന് മാത്രമാണ്. That is to live for you. അവന് നിനക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. How many of us will say today, ഇന്ന് നമ്മൾ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഇത് പറയുവാൻ കഴിയും? Lord, I don't have a plan B. എനിക്ക് ദൈവമേ, എനിക്കൊരു പ്ലാൻ ബി ഇല്ല. I just want to live for you. ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. I surrender myself for your plans. അങ്ങയുടെ പ്ലാനിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Let not my plans collide with you. എന്റെ പ്ലാനുകൾ ഒരിക്കലും നിനക്ക് വിരുദ്ധമായി വരരുത്. I surrender myself fully. ഞാൻ എന്റെ പ്ലാനുകൾ ഉപേക്ഷിക്കുന്നു, എന്നെ ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. Close your eyes with us. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Bow your heads in the presence of God. നാം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let all our agendas, all our plans be totally directed by God. നമ്മളുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾ അതെല്ലാം കർത്താവിലേക്ക് മാത്രം നയിക്കുന്നതായി തീരട്ടെ. Not the self-made plans. നമ്മുടെ സ്വയത്തിൽ നിന്നുള്ളതായ പ്ലാനുകളല്ല. But after hearing from the Lord. ദൈവത്തിങ്കിൽ നിന്ന് കേട്ടതിനു ശേഷം, After praying enough and spending time in the presence of God. ആവശ്യത്തിന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചതിനു ശേഷം, Child of God, every step that you make. ദൈവ പൈതലേ, നാം എടുക്കുന്ന ഓരോ ചുവടുകളും, Every choice that you make. നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, Every place that you go to. നാം പോകുന്ന ഏത് സ്ഥലങ്ങളും, Every friendship of yours. നമ്മളുടെ എല്ലാ ഏത് സ്നേഹിതരായാലും, Every area that you associate. നാം എവിടെയൊക്കെ ഇടപെടുന്നോ ഏത് സ്ഥലങ്ങളിലായാലും, Let it all be directed by the will of God. അവിടെയെല്ലാം ദൈവത്തിന്റെ ഹിതവും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുമായി തീരട്ടെ. The plan of God. ദൈവത്തിന്റെ പ്ലാനിൽ മാത്രം നാമായി തീരട്ടെ. Shall we say to him, അവനോട് നമുക്ക് കർത്താവിനോട് പറയുവാൻ കഴിയുമോ? Lord, here am I. കർത്താവേ, ഇവിടെ ഇതാ ഞാനാകുന്നു. Open to your plan. നിന്റെ പ്ലാനുകൾ എന്റെ മുമ്പിൽ തുറക്കണമേ. I have no plan B. എനിക്ക് മറ്റൊരു പ്ലാൻ ഇല്ല കർത്താവേ എന്ന് പറയുവാൻ കഴിയുമോ? Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Jesus. സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പിൽ ഈ പകൽക്കാലം ഞങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. മറുരൂപമലയിൽ തന്റെ പ്രിയ ശിഷ്യന്മാരുമായി കടന്നുപോയപ്പോൾ അങ്ങേക്ക് ഉണ്ടായ രൂപാന്തരത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരുടെ പ്രതികരണത്തിന് മുമ്പിൽ കർത്താവെ, ഞങ്ങൾ ഈ വേദഭാഗത്തെ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങൾ പലപ്പോഴും കർത്താവെ, ഞങ്ങളുടേതായ പ്ലാനുകൾ പത്രോസിനെ പോലെ ഞങ്ങളുടേതായ പ്ലാനുകൾ ക്ഷണത്തിൽ എടുക്കുകയും അതിന്മേൽ അങ്ങയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ള കുറവ് ഈ വചനത്തിന് മുമ്പ് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, എപ്പോഴും അങ്ങയുടെ പ്ലാനിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുവാൻ, അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ ചുവടുകളെ വെക്കുവാൻ, അങ്ങയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷക്കാരായിരിക്കാൻ വരുന്ന ആളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ളത് എല്ലാം ശുഭകരമായ പ്ലാനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്ലാനുകൾ പരാജയപ്പെടുമ്പോൾ അങ്ങയുടെ പ്ലാൻ ഒരിക്കലും പരാജയപ്പെടുന്നതല്ലോ കർത്താവേ. ഞങ്ങൾ അതിനെല്ലാം ഇവിടെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിക്കണമേ, അവിടുന്ന് ഞങ്ങളെ പണിയണമേ, ഞങ്ങൾക്ക് നല്ല ദർശനങ്ങളെ നൽകണമേ, ചുവടുകൾ വെക്കുവാനുള്ള വഴിയും ആലോചനയും കർത്താവ് ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇടയാക്കണമേ. പാപം നിറഞ്ഞ ലോകത്തിൽ ഒരാഴ്ച കൂടെ ഞങ്ങൾ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ജീവിക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ തീരുമാനങ്ങൾ, ഞങ്ങളുടെ ചുവടുകൾ എല്ലാം അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ടായിരിക്കാൻ ഇടയാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കൃപയിൽ മറക്കണമേ. വചനത്തിൽ സംസാരിപ്പാൻ അങ്ങനെ പ്രത്യേകം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കേട്ട വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിപ്പാൻ കർത്താവേ പ്രയോജനപ്പെടുത്തുവാൻ അത് ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. Amen. Hallelujah. We will go to a time of praying for the nation.